ഓക്കെ ജോഷി, എന്തായാലും ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പൾ മറുപടി കൊടുക്കണം, അത് നടക്കട്ടെ. ജോഷിയോടൊരു ഒരു ചോദ്യം കൂടി. താങ്കൾ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ? ഓക്കെ, സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ്? വ്യക്തമാണോ? ദേശീയ രാഷ്ട്രീയ, നമുക്ക് 6 ദേശീയ രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. അതിൽ ഒന്നായിട്ടുള്ള നാഷണൽ പീപ്പിൾ പാർട്ടിയുടെ എറണാകുളം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഓക്കെ, താങ്കൾ PTA പ്രസിഡന്റായിട്ടാണ് ഞാൻ ക്ഷണിച്ചത്. താങ്കൾ ഈ SDPയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇന്നലെയൊക്കെ പലരും പറയുന്നുണ്ട് താങ്കൾ കാസ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു സജീവ പ്രവർത്തകരാണെന്ന്. ഞാൻ അതൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏതാണെങ്കിലും PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഇത് പറയാൻ അവകാശമുണ്ട്. ഞാൻ ചോദ്യം ചെയ്യുന്നു. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതുകൂടി ഒന്ന് ക്ലാരിറ്റി ചെയ്തേക്കട്ടെ. ക്രൈസ്തവ നാമങ്ങളിൽ ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ ഉടനെ കാസ അല്ലെങ്കിൽ ക്രിസംഗി, ഇത് ഈ സമൂഹം എടുത്തു കൊടുത്ത ഒരു എന്താ പറയുക ഒരു മാർക്കാണ്. എന്ത് കാസക്ക് അതിൽ അഭിമാനിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കാസ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് എന്നുള്ളതിന് അടിസ്ഥാനമായിട്ടാണല്ലോ ഇങ്ങനെ കാസ എന്ന് പറയുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ്, ഇപ്പം കോൺഗ്രസ്സിലായിക്കോട്ടെ മാർക്സിസ്റ്റ് പാർട്ടിയിലായിക്കോട്ടെ, ഒരു ക്രിസ്ത്യാനി പ്രതികരിച്ച ഉടനെ അവനെ കാസയാക്കുന്നുണ്ടെങ്കിൽ കാസയ്ക്ക് അത്ര പ്രസക്തി ഉണ്ടെന്നുള്ളതല്ലേ അതിനർത്ഥം? അല്ല, ഞാൻ കാസയുടെ പ്രസക്തി ഒന്നും അന്വേഷിക്കാൻ വേണ്ടിയല്ല. താങ്കൾ SDP എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുഭാഗത്ത് ഇങ്ങനെ ഒരു വാദം ഉയരുന്നുണ്ട്, അതിലൊരു വ്യക്തത വന്നോട്ടെ എന്ന് വെച്ച് മാത്രമല്ല. ആണെങ്കിലും കുഴപ്പമില്ല, താങ്കൾക്ക് നിരോധിക്കാത്ത ഏത് സംഘടനയിലും ആർക്കും പ്രവർത്തിക്കാം. അതൊന്നും നിയമപരമായി തെറ്റല്ല, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതെ, പിന്നെ എന്താ. ഓക്കെ, നന്ദി ജോഷി. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് സമയം കുറവായതുകൊണ്ട് ഇടപെടുകയാണ് ഇപ്പോൾ.